ഒരു ആർട്ടിസ്റ്റിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും അവരുടെ ഫേസ് ആണ്. അതേപോലെ തന്നെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് സ്കിൻ എന്ന് പറയുന്നത്. പക്ഷെ ആ ഒരു കാര്യത്തിൽ ഞാൻ ബ്ലെസ്ഡ് അല്ലാന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. കാരണം എൻ്റെ സ്കിൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഓയിലി സ്കിന്നാണ്. പിന്നെ മാത്രമല്ല എപ്പോഴും പിമ്പിൾസ് വരുന്ന ഒരു ടൈപ്പ് ഓഫ് സ്കിന്നാണ്. ലൈക്ക് ആഫ്റ്റർ ഒരു +2 ഒക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് പിമ്പിൾസിൻ്റെ ഇഷ്യൂസ് ഒരുപാട് ഉണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കമ്പാരിറ്റീവ്ലി കുറവുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ ഇനിയിപ്പോൾ നമുക്കൊരു പ്രോപ്പർ റൊട്ടീനൊക്കെ ഇനി ഫോളോ ചെയ്യാം, മെയിൻറ്റെയിൻ ചെയ്യാമെന്ന് പറഞ്ഞ് ഞാൻ അതിൻ്റെ സെർച്ചിങ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ലാസ്റ്റ് ഞാൻ എൻഡപ്പ് ചെയ്തത് പാലക്കാടുള്ള ആർട്ടിസ്റ്റ് സ്കിൻ ക്ലിനിക്കിലാണ്. അപ്പം ഇപ്പം ഞാൻ നിൽക്കുന്നത് ആർട്ടിസ്റ്റിലാണ്. ഇവിടെ ആക്ച്വലി പാലക്കാടുള്ളവർക്ക് കുറച്ച് പേർക്കെങ്കിലും ആർട്ടിസ്റ്റിനെ കുറിച്ച് അറിയില്ലായിരിക്കും. പക്ഷെ പാലക്കാടുള്ള എല്ലാവർക്കും ട്രിനിറ്റി ഹെൽത്തിനെ കുറിച്ചിട്ട് നന്നായിട്ട് അറിയാം. ആക്ച്വലി ട്രിനിറ്റി ഹെൽത്തിൻ്റെ ഒരു വിങ് തന്നെയാണ് ആർട്ടിസ്റ്റ് സ്കിൻ ക്ലിനിക്. അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എനിക്ക് പിമ്പിൾസ് നേരത്തെ വന്നതിൻ്റെ മാർക്സും പോഴ്സ് എല്ലാം ഉണ്ട്. അപ്പോൾ ഡോക്ടറെ കണ്ട് കൺസൾട്ട് ചെയ്തപ്പോൾ ഡോക്ടർ സജസ്റ്റ് ചെയ്തത് പോർ ക്ലാരിഫയിങ് തെറാപ്പിയാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഇന്ന് ആ ഒരു തെറാപ്പി ചെയ്യാൻ വേണ്ടി പോവാണ്. പിന്നെ നമ്മുടെ ഡെയിലി റൊട്ടീൻ ബേസ് ചെയ്തിട്ടായിരിക്കും ഇത് എത്ര സിറ്റിംഗ് ആണ് ആവശ്യം വരിക എന്നുള്ളതെന്ന് പറയാമെന്നും പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇവിടെ നമ്മുടെ പാലക്കാടിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എസ്തെറ്റിക് സ്കിൻ ക്ലിനിക് സെന്റേഴ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ എസ്തെറ്റിക് ക്ലിനിക് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡിലോട്ട് ഫസ്റ്റ് വരുന്നത് ഐദർ എറണാകുളം അല്ലെങ്കിൽ ട്രിവാൻഡ്രം. പക്ഷെ പാലക്കാട് ഇതുപോലെ നല്ല എസ്തെറ്റിക് ക്ലിനിക് ഉണ്ട് എന്ന് ഭയങ്കര പ്രൗഡ്ഫുള്ളി ഞാനിപ്പോൾ പറയുകയാണ്. കാരണം നമ്മുടെ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറയുന്ന പോലെ പലർക്കും അറിഞ്ഞുകൂടാ. എല്ലാവർക്കും വല്ല സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള വല്ല ഇഷ്യൂ അല്ലെങ്കിൽ കോസ്മെറ്റോളജി റിലേറ്റഡ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് മൈൻഡിലോട്ട് പോകുന്നത് ഒന്നുകിൽ കൊച്ചി അല്ലെങ്കിൽ ട്രിവാൻഡ്രം. അല്ല, നമ്മുടെ പാലക്കാട് തന്നെയുണ്ട്. ആർട്ടിസ്റ്റ് സ്കിൻ ക്ലിനിക്കിൽ ഉറപ്പായിട്ടും പ്രോമിസിംഗ് ആയിട്ടുള്ള സർവീസ് ആണെന്നുള്ളത് എനിക്കിവിടെ വന്നപ്പോൾ മനസ്സിലായി. എന്തായാലും ബോഡി കോണ്ടറിങ് ആയിക്കോട്ടെ, അതുപോലെ ഹെയർ ട്രീറ്റ്മെന്റ്സ് ആയിക്കോട്ടെ, പിന്നെ കോസ്മെറ്റോളജി, ഡെർമറ്റോളജി, അങ്ങനെ വെറൈറ്റീസ് ഓഫ് സർവീസസ് ഇവിടെ പ്രോമിസിംഗ് ടേമിൽ തന്നെ ഇവിടെ അവൈലബിൾ ആണ്. എന്തായാലും നിങ്ങൾ പാലക്കാട് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ വല്ല സ്കിൻ റിലേറ്റഡോ അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും വല്ല ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ അവിടെ ഇവിടെയും പോയി വിഷമിക്കേണ്ടെന്ന് ഞാൻ പറയുള്ളൂ. ഇവിടെ ആർട്ടിസ്റ്റ് വന്നാൽ മതി. ഞാൻ എന്തായാലും ട്രീറ്റ്മെന്റിലോട്ട് കടക്കുകയാണ്. എന്നിട്ട് ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം എങ്ങനെയാണ് എന്നുള്ള റിവ്യൂ ഞാൻ ഉറപ്പായിട്ടും പറയുന്നതായിരിക്കും. യെസ്, അങ്ങനെ പോർ ക്ലാരിഫയിങ് തെറാപ്പി സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ആയി. അതേപോലെ ഞാൻ തെറാപ്പി എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഇരിക്കുകയാണ്. ഇവിടെ എനിക്ക് ഏറ്റവും അട്രാക്ട് ചെയ്തൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പ്രൊസീജിയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഡോക്ടർ എല്ലാ ഡീറ്റെയിലും പറയുന്നുണ്ട്. ലൈക്ക് ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്, ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന സിറം എന്താണ്, നമ്മുടെ സ്കിന്നിന് പറ്റിയ ടെക്സ്ചറിന് പറ്റിയതാണോ, അങ്ങനത്തെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്നുണ്ട്. അത് ഉറപ്പായിട്ടും ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മളിപ്പോൾ ആരാണോ ആ ഒരു ട്രീറ്റ്മെൻറ്റിൽ പോകുന്നത് അവർക്ക് അതിനെക്കുറിച്ചുള്ള ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ കിട്ടാനായിട്ട് അത് ഭയങ്കര യൂസ്ഫുൾ ആണ്. എന്തായാലും ഒരുപാട് സന്തോഷം. ഇനി നമുക്ക് പാലക്കാടിലുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ ആർട്ടിസ്റ്റ് സ്കിൻ ക്ലിനിക്കിൽ വന്നാൽ മതി. നമ്മൾ ഒരുപാട് ദൂരെയുള്ള കൊച്ചിയിലോ അല്ലെങ്കിൽ ട്രിവാൻഡ്രത്തൊന്നും പോയി കഷ്ടപ്പെടുന്നതെന്ന് ഞാൻ പറയുള്ളൂ. എന്തായാലും ആർട്ടിസ്റ്റിനോട് ഒരുപാട് താങ്ക്സ് ഉണ്ട്. പിന്നെ നമ്മുടെ ഡോക്ടർ പ്രത്യേകം എൻ്റെ ഒരു റുട്ടീൻ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് എൻ്റെ സ്കിന്നിന് പറ്റുന്ന ഫേസ് വാഷ് ആണെങ്കിലും മോയ്സ്ചറൈസർ ആണെങ്കിലും സൺസ്ക്രീൻ ആണെങ്കിലും എല്ലാം എനിക്ക് പ്രിസ്ക്രൈബ് ചെയ്ത് തന്നിട്ടുണ്ട്. എന്തായാലും ഞാൻ ഇവിടെ നിന്ന് എൻ്റെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാണ്. ഇനിയുള്ള എൻ്റെ ഫോട്ടോസിലും വീഡിയോസിലൊക്കെ ഇനി എൻ്റെ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള സ്കിന്ന് കാണാമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും ആർട്ടിസ്റ്റ് സ്കിൻ ക്ലിനിക്കിന് ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്.